إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുബാറക്കായ അൽ അഖീദത്തു തഹാവിയയിൽ അള്ളാഹുവിൻ്റെ ഫള് കൊണ്ട് നമ്മൾ അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ഈ സദസ്സിൽ ഞാൻ ഉദ്ദേശിച്ചത് ഭാഗങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഒരു സദസ്സോടുകൂടെ മഹത്തായ മുബാറക്കായ കിതാബ് പറഞ്ഞ് കേട്ട് നമുക്ക് തീർക്കാൻ കഴിയും എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ മഹത്തായൊരു നിഅമത്താണിത്, മഹത്തായൊരു അനുഗ്രഹമാണത്. ഞാനത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ജിദ്ദയിലൊക്കെ ഉള്ള സമയത്ത് പല സഹോദരന്മാരും നമ്മോട് പരിഭവം കൂടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു പ്രയാസം. നല്ല സമയത്ത് അറബി ഒന്നോട് പഠിച്ചതുമില്ല, ഇപ്പം അതൊന്നോട് കേട്ടാൽ പഠിച്ച് മനസ്സിലാക്കിയെടുക്കാൻ കഴിയൂല. നമുക്കതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ, ഈ മൻഹജ്, ഈ കാര്യങ്ങൾ കൃത്യമായി എന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പലപ്പോഴും അത് കേട്ട സമയത്ത് അറബി ഭാഷയൊന്നും അറിയാത്ത, മറ്റുള്ളതല്ലെങ്കിൽ മറ്റുള്ള ഭാഷകളും അറിയാത്ത, മലയാളം മാത്രം അറിയുന്ന ആളുകൾക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ എന്തൊക്കെയാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മുടെ ആദർശമായി നമ്മൾ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് ഈ പറയുന്ന മലയാളം മാത്രം അറിയുന്ന ആളുകൾക്ക് കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് പല പ്രാവശ്യം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ നാട്ടിൽ വന്ന സമയത്ത് ഇങ്ങനെ നാട്ടിൽ ഇതുപോലത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകും, ലഭിക്കും എന്നൊരിക്കലും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് സഹോദരന്മാർ ഇങ്ങനെ ഈ സ്ഥാപനത്തിനെക്കുറിച്ചും ഇവിടെയുള്ള സഹോദരങ്ങളെക്കുറിച്ചും പരിചയപ്പെടുത്തി തരികയും ഇവിടെ വരികയും അത് പറയാനും ഈ പറയുന്ന സദസ്സുകളിൽ പങ്കെടുക്കാനുമുള്ള സാഹചര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഫള് കൊണ്ട് ഈ സഹോദരങ്ങൾ ഒരുക്കി തരികയും ചെയ്തു. ഞാൻ എൻ്റെ നന്ദി വീണ്ടും ഞാൻ അവരെ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അഖീദത്തുൽ വാസിത്തിയ്യ, അഖീദത്തു തഹാവിയ എന്ന് പറയുന്ന ഈ മഹത്തായ ഗ്രന്ഥങ്ങൾ, അതിമഹത്തായ ഗ്രന്ഥങ്ങൾ, ഒരു മുസ്ലിമായ യഥാർത്ഥ ഒരു സലഫി, ഒരു സുന്നി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വക്താവാണ് എന്ന് പറയുന്ന യഥാർത്ഥ ഒരു മുസ്ലിം അവൻ്റെ വിശ്വാസവും ആദർശവുമായി എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം, ഏതൊക്കെ വിശ്വസിക്കണം, ഉൾക്കൊള്ളണം, എങ്ങനെ അവൻ മുന്നോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ വിവരണങ്ങൾ മഹത്തായി ഈ രണ്ട് ഇമാമുകൾ രചിച്ച, ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി രചിച്ച അൽ അഖീദത്തുൽ വാസിത്തിയ്യയിലുണ്ട്. അള്ളാഹുവിനെക്കുറിച്ച് ഒരു അടിമക്ക് കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി വിശ്വസിക്കാൻ പറ്റുന്ന അധ്യാപനങ്ങൾ. അതേപോലെ തന്നെ ഒരു സലഫി, ഒരു സുന്നി, യഥാർത്ഥ ഒരു മുസ്ലിം അവൻ്റെ വിശ്വാസവും ആദർശവുമായി ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ അള്ളാഹുവിനെക്കുറിച്ചുള്ളതുണ്ട്, പ്രവാചകന്മാരെക്കുറിച്ചുള്ളതുണ്ട്, മലക്കുകളെക്കുറിച്ചുള്ളതുണ്ട്, ഈമാൻ കാര്യത്തിൻ്റെ 6 അർക്കാനുകൾ, സഹാബത്തിനെക്കുറിച്ചുള്ളതുണ്ട്. ഒരു മുസ്ലിം അവൻ ഏത് ഒരു കൂട്ടത്തിൻ്റെ കൂടെ, ആൾക്കൂട്ടത്തിൻ്റെ കൂടെയായിരിക്കണം അവൻ ആരുടെ കൂടെ ആകരുത്. ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും ഒരുപാട് ആളുകളുണ്ടെങ്കിലും ഒറ്റപ്പെട്ട അവസ്ഥയിലാണെങ്കിലും എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിന് വ്യക്തമായ, വിശാലമായ, പ്രകാശപൂരിതമായൊരു വഴി വെട്ടിത്തെളിയിച്ചതാണ് മഹാനായ ഈ പണ്ഡിതൻ ഇമാം. ഹിജ്റ 200-300 കാലഘട്ടത്തിൽ ജീവിച്ച ആൾ, ഈജിപ്തിൽ ജീവിച്ച ആളാണ് അദ്ദേഹം. അങ്ങനെ ആ മഹാനായ പണ്ഡിതൻ എഴുതിയ ഈ കിതാബ് മലയാളത്തിൽ അള്ളാഹുവിൻ്റെ ഫള് കൊണ്ട് കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മഹാന്മാരായ ആധുനികരും പൗരാണികരുമായ പണ്ഡിതന്മാരിതിൽ പറഞ്ഞ വിശദീകരണങ്ങളൊക്കെ നോക്കി പരിശോധിച്ച് എൻ്റെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാനത് പറഞ്ഞു എന്നുള്ളതാണ്. മനുഷ്യരാണ്, ചിലപ്പോൾ വീഴ്ചകളോ പാകപ്പിഴവുകളോ എവിടെയെങ്കിലുമൊക്കെ കുറവുകളോ ഉണ്ടാവാം. വിശ്വസ്തരായ, സമർത്ഥരായ, പ്രാപ്തരായ സഹോദരങ്ങൾ അത് ഉണർത്തി തരുകയാണെങ്കിൽ അത് നമുക്ക് വീണ്ടും തിരുത്തി പറയാവുന്നതുമാണ്.
അല്ലെങ്കിൽ ഇത് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ അവൻ്റെ ഓരോരോ സമയങ്ങൾ ദിവസം 1 മണിക്കൂർ സമയം ഇതിൻ്റെ റെക്കോർഡ് ചെയ്ത ഈ വോയിസുകളും കാര്യങ്ങളും ശ്രദ്ധയോടെ ഇരുന്ന് കേട്ട് പഠിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് മരണത്തിൻ്റെ ശേഷം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് അവന് വില മതിക്കാത്തൊരു സമ്പത്തായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. മലയാളികളായ ആളുകൾക്ക്, മറ്റ് ഭാഷകൾ അറിയാത്ത ആളുകൾക്ക് പ്രത്യേകിച്ച് അവർക്ക് ആ സമയത്ത് ഇത് ഉപകാരപ്പെടും. ഒരുപാട് കല്യാണം നമ്മൾ കൂടിയതാണ്, ഒരുപാട് ആഘോഷത്തിൽ പങ്കെടുത്തതാണ്, ഒരുപാട് ആളുകളെ കൂട്ടത്തിൽ നിന്ന് സംസാരിച്ചതാണ്, ഒരുപാട് കണ്ടതാണ്, കേട്ടതാണ്. ഇനിയെങ്കിലും നമ്മൾ അത്യാവശ്യമായ കാര്യങ്ങൾ കഴിച്ച് 1 മണിക്കൂർ സമയം ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ, ഈ വോയിസുകൾ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കാൻ അവൻ്റെ വിലപ്പെട്ട സമയങ്ങൾ ഒരു സ്ത്രീയോ പുരുഷനോ ഉപയോഗപ്പെടുത്തിയാൽ ഈ ലോകത്തിലുള്ളതിലേറെ മരണത്തിൻ്റെ ശേഷം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് അവന് മഹത്തായ ഒരു നേട്ടമായി ആ ഇൽമു ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നല്ല നിലയ്ക്ക് ഈ കിതാബ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. കേൾക്കാനും പഠിക്കാനും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും അള്ളാഹു അതിൽ ഇഖ്ലാസും സിദ്ഖും അവൻ നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുക, അത് പഠിപ്പിക്കുക, അതിന് മറ്റുള്ള ആളുകൾ സാമ്പത്തികവും ശാരീരികവും സാമൂഹികവുമായി നൽകുന്ന സഹായങ്ങൾ, അത് നൽകുന്ന ആളുകൾക്ക് പ്രതിഫലം ലഭിക്കും. അത്യാവശ്യമുള്ള ആളുകൾക്കത് സ്വീകരിക്കാവുന്നതുമാണ്. അത് ഇഖ്ലാസിനെയോ സിദ്ഖിനെയോ ഒന്നും ബാധിക്കുന്ന കാര്യങ്ങൾ അല്ലതാനും. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൻ്റെ ഈ അവസാന ഭാഗത്തോടടുത്ത സമയത്ത് പറയുന്നത്, ഇന്ന് നമ്മൾ വായിക്കുന്നത്, വനറൽ ജമാഅത ഹഖ്ഖൻ വസവാബൻ വൽ ഫുർഖത സൈഗൻ വഅദാബൻ എന്നുള്ളതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അവരുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയാൻ പറ്റുന്ന ആദർശത്തിൻ്റെ കാമ്പും കാതലുമായ വിഷയമാണ് മഹാനായ പണ്ഡിതൻ ഈ പറഞ്ഞ കുറഞ്ഞ വാക്കുകളിൽ കൂടെ പറയുന്നത്. ജമാഅത്തിനെ നമ്മൾ കാണുന്നത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും ഏതൊരു മാർഗം സ്വീകരിച്ചുവോ ആ മാർഗം, അതാണ് അൽ ജമാഅ. മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ അനുചരന്മാരും ഇന്ന് ഏതൊരു ആദർശത്തിലാണ്, വിശ്വാസപരമായ കാര്യങ്ങളിൽ, ആരാധനകളിൽ, ഇടപാടുകളിൽ, സ്വഭാവങ്ങളിൽ, മര്യാദകളിൽ, ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ഞാനും എൻ്റെ അനുചരന്മാരും ഇന്ന് എന്തൊന്ന് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നു, അത് ഏത് ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾ, ഏത് നാട്ടിലാണെങ്കിലും, ഏത് പ്രദേശത്താണെങ്കിലും, ഏത് കാലത്താണെങ്കിലും അവിടെയുള്ള ആളുകൾ സ്വീകരിച്ചാൽ അവർ അൽ ജമാഅ സ്വീകരിച്ചവരാണ്. അവർ ബഹുമാന ആദരണീയമായ ആൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടം ഓരോ കാലഘട്ടങ്ങളിലും നാടുകൾക്കും സ്ഥലങ്ങൾക്കും സമയങ്ങൾക്കും അനുസരിച്ച് ആളുകളുടെ എണ്ണത്തിന് വ്യത്യാസമുണ്ടെങ്കിലും ബഹുമാന്യരായ, ആദരണീയരായ, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യരായ ആൾക്കൂട്ടം അവരാണ് അൽ ജമാഅ. അഹ്ലുസുന്നത്തി വൽ ജമാഅ, അസ്സലഫിയ്യ എന്ന് പറയുന്ന പേരുകളിലൊക്കെ അറിയപ്പെട്ട അൽ ജമാഅ. അതിനെ നമ്മൾ കാണുന്നത് ഹഖ്ഖൻ വസവാബൻ, അത് സത്യമാണ്. അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും സ്വീകരിച്ച മാർഗം അത് മാത്രമേ ഹക്കുള്ളൂ, അത് മാത്രമേ സവാബുമുള്ളൂ, അത് മാത്രമേ ഹക്കുള്ളൂ, അത് മാത്രമേ സത്യമുള്ളൂ, അത് മാത്രമേ യഥാർത്ഥമുള്ളൂ. അതല്ലാത്തത് മുഴുവനും അതിൻ്റെ നേരെ വിപരീതമായ വൽ ഫുർഖത സൈഗൻ വഅദാബൻ. അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും സ്വീകരിച്ച ഈ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകൾ ഏത് കാലഘട്ടത്തിലാണെങ്കിലും, ഈ ആദർശം സ്വീകരിക്കാതെ മാറി നിൽക്കുന്ന ആളുകൾ, അവരുടെ ആ അവസ്ഥ അത് വഴികേടാണ്. അത് ഈ ലോകത്ത് തന്നെ അവർക്ക് അതൊരു ശിക്ഷയാണ്, പരലോകത്ത് തീർച്ചയായും അള്ളാഹുവിൻ്റെ ശിക്ഷക്കത് കാരണമാകുന്നതുമാണ്. ഈ പറയുന്ന വാക്കുകളിൽ കൂടെ മഹാനായ പണ്ഡിതൻ പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്താണെന്ന് പഠിക്കണം. ആ മൻഹജ് നിർബന്ധമായി നമ്മൾ സ്വീകരിക്കുകയും വേണമെന്നുള്ളത്. എന്നാലേ ഹക്കായ ശരിയായ ദീനിൽ ആ വ്യക്തിക്ക് എത്തിച്ചേരാനും നിലനിൽക്കാനും കഴിയുള്ളൂ. എന്നാലേ ശരിയായ മാർഗം ലഭിച്ച ഒരാളായി അവന് മുന്നോട്ട് പോകാനും കഴിയുള്ളൂ. നേരെ മറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സഹാബത്തിന്റെ ആ മാർഗം സ്വീകരിക്കാതെ മാറി നിന്നാൽ അവൻ ഛിദ്രത, കക്ഷിത്വം ഈ പറയുന്ന ആൾക്കൂട്ടത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യരായ ഈ അൽ ജമാഅയിൽ നിന്ന് കൂട്ടം തെറ്റിപ്പോയ ആളാണ്. അവന്റെ വഴികേടാണ്, ലലാലത്താണ്.
അവന് ഈ ലോകത്തും പരലോകത്തും അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് കാരണമാകുന്ന വഴിയിലാണ് അവൻ സഞ്ചരിക്കുന്നത് എന്നുള്ള താക്കീതുമാണ്. ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, റിപ്പോർട്ട് ചെയ്ത നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജമാഅത്തു റഹ്മത്തുൻ വൽ ഫുർഖത്തു അദാബുൻ. ആ പറയുന്ന ഹദീസിൽ നിന്നുള്ള ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഷെയ്ഖ് റഹ്മഹുല്ല ഇവിടെ ഹഖൻ വ സവാബൻ അൽ ജമാഅത്തു വനറൽ ജമാഅത്ത ഹഖൻ വ സവാബൻ എന്ന് പറഞ്ഞത്, വൽ ഫുർഖത്ത സൈഗൻ വ അദാബൻ എന്ന് പറഞ്ഞത്. ഹദീസിൽ വന്നത് അങ്ങനെയാണ്. അൽ ജമാഅത്തു റഹ്മ, അഹ്ലു സുന്നത്തി വൽ ജമാഅ, സഹാബത്തിന്റെ മാർഗം, അവർ സഞ്ചരിച്ച വഴി അത് റഹ്മത്താണ്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാനുള്ള കാരണമാണ്. ഈ പറയുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ ആര് അവർക്ക് സഹായിച്ചില്ലെങ്കിലും, ആര് അവരെ സഹായം ആവശ്യമുള്ള സമയത്ത് അവഹേളിക്കാൻ ശ്രമിച്ചാലും, അവരോട് ആര് എതിരായാലും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായവും സംരക്ഷണവും അവർക്കുണ്ടാകും. അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകും. അള്ളാഹുവിൻ്റെ റഹ്മത്തിനത് അവർക്ക് കാരണമായി തീരും. നേരെ മറിച്ച് വൽ ഫുർഖത്തു അദാബ്, ഈ പറയുന്ന വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ ഫുർഖത്തുണ്ടാകും. ഈ ഉമ്മത്തിലെ ആളുകൾ ഗ്രൂപ്പുകളും കക്ഷികളും പാർട്ടികളുമായി തെറ്റിപ്പിരിഞ്ഞു പോകും. ആളുകൾ അങ്ങനെ സഞ്ചരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രവചിച്ചതാണ്. അള്ളാഹുവിൻ്റെ സുന്നത്താണത്. അവൻ്റെ അടിമകളിൽ അള്ളാഹുവിൻ്റെ രീതി അങ്ങനെയാണ്. കഴിഞ്ഞു പോയ സമുദായങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് വരുമ്പോൾ ആ പല കക്ഷികളിലേക്ക് മാറി നിൽക്കാനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രവചിച്ചത്. ആ താക്കീത് നമുക്ക് നൽകിയതാണ്. ഏതുപോലെ ദജ്ജാല് വരും, യഅജൂജ് മഅജൂജ് വരും, അവൻ്റെ കൂടെ കൂടാൻ വേണ്ടിയിട്ടോ ആ ദലാലത്തിലേക്ക് പോകാനല്ല ആ പറയുന്ന പ്രവചനങ്ങൾ. അവിടെ ശ്രദ്ധിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം, ആ ഫിത്നയിൽ അകപ്പെടരുതേ എന്നതുപോലെ എൻ്റെ ഉമ്മത്തി 73 വിഭാഗങ്ങളായി, കക്ഷികളായി, പാർട്ടികളായി, വിഭിന്നമായി, ഛിദ്രമായി പോകുന്നൊരു കാലഘട്ടം വരുന്നുണ്ട്. അങ്ങനത്തെ ആ ഭയാനകമായ ഫിത്നകളെക്കുറിച്ച് പ്രവചനം നൽകിയത് ആ സമയത്ത് നിങ്ങൾ എന്തു ചെയ്യണം, അതിലേക്ക് പോകാതെ, അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് കാരണക്കാരാവാതെ, അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്ന ആ അപകടത്തിൽ ചെന്നു ചാടാതെ സംരക്ഷിതരായി നിൽക്കാനുള്ള വഴി പറഞ്ഞു തരാ എന്നുള്ള നിലക്കാണ് ആ പ്രവചനം നടത്തിയത്. എൻ്റെ മാർഗം, എൻ്റെ സഹാബത്തിൻ്റെ മാർഗം അത് സ്വീകരിച്ച ആളുകൾ, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, 72 വിഭാഗങ്ങളും അള്ളാഹുവിൻ്റെ ശിക്ഷക്കും നരക ശിക്ഷക്കും മറ്റുള്ള ശിക്ഷകൾക്കും വിധേയരാകാൻ സാധ്യതയുണ്ട്. ആ ഭീഷണിയുണ്ട് അവർക്ക്. ഇല്ലാ വാഹിദ, ഒരു വിഭാഗം ഒഴിച്ച്. ആരാണ് ആ ഒരൊറ്റ വിഭാഗം? അള്ളാഹുവിൻ്റെ റസൂലെ. സഹാബത്ത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗം സ്വീകരിച്ചു. ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിൽ, വിശ്വസിക്കേണ്ട കാര്യങ്ങളിലാണെങ്കിൽ, ആരാധനകളിലാണെങ്കിൽ, ഇടപാടുകളിലാണെങ്കിൽ, ഓരോ ഇടപാടുകൾ, വിവാഹ ഇടപാട്, കച്ചവടത്തിൻ്റെ ഇടപാട്, ഇങ്ങനത്തെ ഓരോ ഇടപാടുകൾ, അയൽവാസികളുമായിട്ടുള്ള ഇടപാടുകളുണ്ടാകും, മറ്റുള്ള സമൂഹങ്ങളുമായിട്ടുള്ള ഇടപാടുകളുണ്ടാകും. ഇതിലൊക്കെ പ്രവാചകനും അവിടുത്തെ അനുയായികളും സ്വീകരിച്ച വഴി ഏതാണ്? അത് പഠിച്ച് മനസ്സിലാക്കി ആ പറയുന്ന വഴിയിൽ ഒരാൾ സഞ്ചരിച്ചാൽ അവർ ഈ പറയുന്ന ജമാഅത്തിൻ്റെ കൂടെയുള്ള ആളുകൾ. ആ ജമാഅത്തിൽ ചില നാട്ടിൽ കാലഘട്ടത്തിൽ ഭരണാധികാരികളുണ്ടാകും. അപ്പോൾ അവർക്ക് അനുസരിച്ച് പറയുന്നത് കേട്ട്, സൽക്കർമ്മങ്ങളായ നല്ല കാര്യങ്ങൾ അവർ പറയുന്ന, കൽപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ട് അനുസരിച്ച് ആൾക്കൂട്ടത്തിൻ്റെ കൂടെ നിൽക്കും. അതേപോലെ തന്നെ ഈ ജമാഅയിൽ ഉലമാക്കളുണ്ടാകും. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ തലമുതിർന്ന പണ്ഡിതന്മാരുണ്ടാകും. ദീനിൻ്റെ ഏതെങ്കിലും വിഷയങ്ങൾ വരുമ്പോഴേക്കിനും നമ്മൾ ചെറിയ ചെറിയ ആളുകൾ അതിൽ ഫത്വയും മസ്അലയും പറഞ്ഞിട്ട് സമൂഹത്തിന് അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കരുത്. അഹ്ലു സുന്നന്റെ കിബാറുകളായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞ മസ്അല എന്താണ്, ഫത്വ എന്താണ്, അധ്യാപനങ്ങൾ എന്താണ് എന്ന് കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി ആ കാര്യം ജനങ്ങൾക്ക് വന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അത് ആളുകളോട് വന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ കണ്ടത്, എൻ്റെ അഭിപ്രായം, അത് പറയാതെ ഇന്ന പണ്ഡിതൻ ഈ വിഷയത്തിൽ പറഞ്ഞ നിലപാട് ഇതാണ് ഇങ്ങനെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് ഈ പറയുന്ന ജമാഅത്തിൻ്റെ കൂടെയാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. ഏതെങ്കിലും ഒരു വാക്കിലോ അഭിപ്രായങ്ങളിലോ നാം അതിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അത് റഹ്മത്താണ്, അത് ഹക്കും സവാബുമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനും അവൻ്റെ ആദരവിനും അർഹനാവും ആ വ്യക്തി എന്നാ പറഞ്ഞു. നേരെ മറിച്ച് അതിന് വിരുദ്ധമായി ഒരാൾ പ്രവർത്തിച്ചാൽ അവൻ്റെ വഴികേടിലാണ്, അവൻ അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് വിധേയനാകാൻ സാധ്യതയുണ്ട്. ശക്തമായ താക്കീതുമാണ് അവിടെ പറഞ്ഞത്. ഈ പറയുന്ന ആദർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആൾക്കൂട്ടത്തിൻ്റെ കൂടെ നിൽക്കണം, ഒത്തൊരുമയിൽ
ആ ഒരു ജമാഅത്തിൽ നിങ്ങൾ അത് മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കണം. അതിൻ്റെ മേൽ അറിയിക്കുന്ന ആയത്തുകൾ ധാരാളം ഹദീസുകളുണ്ട്. മുസ്ലിം ഉമ്മത്തിൻ്റെ ആൾക്കൂട്ടത്തിനെ, ആ പറയുന്ന ആൾക്കൂട്ടം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് സ്വീകരിച്ച ആ മാർഗം. അവർ ഏതൊരു മാർഗത്തിലായിരുന്നോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പഠിച്ച് അവർ ഏതൊരു മാർഗം സ്വീകരിച്ചോ അതാണ് അൽ ജമാ എന്ന് പറയും. ഒരു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വ്യക്തി ഈ രാജ്യത്ത് ഏകനായിരിക്കും, ഒറ്റപ്പെട്ട ആളായിരിക്കും. അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മുമ്പുള്ള പല ദർസുകളിൽ കൂടെയും അതൊക്കെ ഇമാം ഔസായി പോലത്തവരൊക്കെ പറഞ്ഞ വാക്കുകൾ നമ്മൾ പറഞ്ഞതാണ്. മുൻഗാമികളായ സഹാബത്തിന്റെ മാർഗം നീ മുറുകെ പിടിക്കണം. വലൗ കുന്ത വഹദക്, നീ ഒരു നാട്ടിൽ ഏകനാണെങ്കിൽ പോലും. ഈ വ്യക്തി ആദർശത്തിൽ ഏകനാണ്, വേറുള്ള നാട്ടുകാർ മുഴുവനും അതിന് വിരുദ്ധരാണ്. ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു പേടിയും അവൻ ഒറ്റപ്പെട്ടവനാണ് എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. മുൻഗാമികളും മറ്റ് പല രാജ്യങ്ങളിലും ഒരുപാട് ആളുകൾ സഞ്ചരിക്കുന്ന വഴിയിലാണ് എന്നുള്ള സമാധാനത്തിൽ അവന് മുന്നോട്ട് പോകാൻ കഴിയും. ലിഅന്നൽ ജമാഅത ഫിഹാ ഖുവ്വത്തുൻ വവഹ്ദത്തുൻ വനജ. ഈ പറയുന്ന അൽ ജമാ, അതിൽ ഒരാൾ അടിയുറച്ച് നിൽക്കുന്ന പക്ഷം അള്ളാഹുവിൻ്റെ ഭാഗത്ത് പ്രത്യേകമായ ശക്തിയും അവന് രക്ഷയും ഈ പറയുന്ന ജമാഅത്തിൻ്റെ കൂടെയുള്ള ആ ഒരൊത്തൊരുമയും അതവന് ലഭിക്കും. നേരെ മറിച്ച് ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ തജ്ലിബു ശർറ വൽ ഹലാക്, ഈ ലോകത്തും പരലോകത്തും ആ മനുഷ്യന് നാശവും അതേപോലെ തന്നെ തിന്മകളും അവന് വലിച്ചു കൊണ്ടുവന്നു വരും. അന്നജ്തിമാഅൽ മുസ്ലിമീന വതവഹുദഹും അലൽ ഹഖ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ മാർഗത്തിൽ മുസ്ലിമീങ്ങൾ ഒത്തൊരുമയോടുകൂടെ അവർ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഫീഹി റഹ്മത്തും മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള കാരുണ്യം അതിൽ അവർ ലഭിക്കും. വഫീഹി ഖുവ്വത്തുൻ വഇസ്സത്തുൻ ലഹും, ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ മുന്നിൽ അവർക്ക് അതിശക്തമായ പ്രതാപവും ശക്തിയും ലഭിക്കും. വയതഹഖഖു ഫീഹി അത്തആവുനു വത്തആസുർ, ആ മുസ്ലിമീങ്ങൾ പരസ്പരമുള്ള സഹായങ്ങളും സഹകരണങ്ങളും ഉറപ്പുവരുത്തും ചെയ്യും. ഒരൊറ്റപ്പെടലുണ്ടാകൂല. ആദർശത്തിൽ മുന്നോട്ട് പോകാൻ പരസ്പര സഹായികളായ ആളുകൾ ഉണ്ടാകും. നേരെ മറിച്ച് അഹ്ലുസുന്നയുടെ ഈ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാലോ, അതിന് എതിരായിക്കൊണ്ടുള്ള അഭിപ്രായങ്ങളും നിലപാടുകളുമായി ഒരാൾ പോയാൽ ഫീഹി അദാബുൻ ബല, അള്ളാഹുവിൻ്റെ ശിക്ഷകളുണ്ടാകും, പല ജാതി വിപത്തുകളും ഉണ്ടാകും. ശത്രുക്കളുടെ മുന്നിൽ അവഹേളനവും നിന്ദ്യതയും ഉണ്ടാകും. ശത്രുക്കൾ അവരെ പല ജാതി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ റസൂല് ഈ പറയുന്ന കാര്യത്തിൻ്റെ മേൽ അറിയിച്ചുകൊണ്ടുള്ള പല ഹദീസുകളിലും പറഞ്ഞു, അലൈക്കും ബിൽ ജമാഅ വഇയ്യാകും വൽ ഫുർഖ, അഹ്ലുസുന്നയുടെ ആ സംഘം നിങ്ങൾ മുറുകെ പിടിക്കണം. ഒരിക്കലും നിങ്ങൾ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകരുതേ. വഇയ്യാകും വൽ ഫുർഖ, ഛിദ്രതേ, അഹ്ലുസുന്നത്തിന്റെ മൻഹജിൽ നിന്ന് മാറിപ്പോയി വ്യതിചലിച്ചു പോയി കക്ഷികളും സംഘങ്ങളുമായി ഛിദ്രതയിലേക്ക് പോകുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, യദുല്ലാഹി അലൽ ജമാഅ, അള്ളാഹുവിൻ്റെ സഹായം, അള്ളാഹുവിൻ്റെ കരം, അവൻ്റെ സംരക്ഷണം, അത് അൽ ജമാഅ അവരുടെ മേലായിരിക്കും ഉണ്ടാകുക. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഹിഫ്ള്, സംരക്ഷണം അവർക്കുണ്ടാകും. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം അവർക്കുണ്ടാകും. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ലാ തഖ്തലിഫു, ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ടഭിപ്രായക്കാരായി ഛിന്ന ഭിന്നമായി പോകരുത്, പരസ്പരം എതിരാകരുത്. ദീന് കൃത്യമാണ്, അതിൻ്റെ അധ്യാപനങ്ങൾ വ്യക്തമാണ്, അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണം. ഫഇന്ന മൻ കാന ഖബലകും ഇഖ്തലഫു ഫഹലകു, കഴിഞ്ഞുപോയ സമുദായങ്ങൾ, കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ അനുയായികൾ അവർ ദീനിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വെച്ചു പുലർത്തി, അങ്ങനെ അവർ നാശമടഞ്ഞു എന്ന്. മറ്റൊരു ഹദീസിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന നാസിറുദ്ദീൻ അൽബാനി ഹസനാണ് എന്ന് പറഞ്ഞൊരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ജമാഅ മുറുകെ പിടിക്കണം. വഇയ്യാകും വൽ ഫുർഖ, ഛിദ്രതയെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന ശൈത്താന മഅൽ വാഹിദി വഹുവ മിനൽ ഇത്നൈനി അബ്അദ്, പിശാചി എപ്പോഴും ഒറ്റപ്പെട്ടതിനെ പിടിക്കാനാണ് നോക്കുക. ഒറ്റപ്പെട്ടതിന്, പിടിമൃഗങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പലപ്പോൾ, കൂട്ടടക്കി പായുന്ന പിടിമൃഗങ്ങളെ പിടിക്കാൻ വേണ്ടി സിംഹങ്ങൾ, പുലി, ചെന്നായ പോലത്തത് ശ്രമിക്കൂല. അങ്ങനെ കൂട്ടങ്ങൾ ഓടിപ്പോയാൽ ഒന്നിരിക്കൽ ശാരീരികമായ അവശത കാരണോ മറ്റെന്തെങ്കിലും കാരണത്താൽ ഒറ്റപ്പെടുന്ന മൃഗമുണ്ടെങ്കിൽ അതിനെ പിടികൂടാനാണ് ഈ പറയുന്ന പിടിമൃഗങ്ങൾ ശ്രമിക്കുക. എന്നതുപോലെയാണ് പിശാചിൻ്റെയും രീതി. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആ മൻഹജിൽ ഭരണാധികാരികളുണ്ടെങ്കിൽ ആ ഭരണാധികാരികളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ട് അനുസരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കിബാറുകളായ പണ്ഡിതന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് പോകുന്ന ആൾക്കൂട്ടങ്ങൾ, അവരെ പിശാചി പിടികൂടാൻ കഴിയൂല. നേരെ മറിച്ച് അതിന് വിരുദ്ധമായ അഭിപ്രായങ്ങളും നിലപാടുകളും സ്വീകരിച്ച് ഒരുത്തൻ പോകുകയാണെങ്കിൽ
പിശാച് ആ പറയുന്ന ഒരുത്തനെ പിടിക്കാനാണ് അവന് എളുപ്പം കഴിയുക, അവനെ പിടികൂടും. നേരെ മറിച്ച് ഈ പറയുന്ന സംഘത്തിൻ്റെ അഹ്ലുസുന്നന്റെ ആ കൂട്ടത്തിലുള്ള ആളുകളാണെങ്കിൽ ഒരുത്തന് തെറ്റായ എന്തെങ്കിലും ചിന്താഗതികളോ അഭിപ്രായങ്ങളോ നിലപാടുകളോ വന്നാൽ തന്നെ അവൻ്റെ മുന്നിലും പിന്നിലുമുള്ള സഹോദരങ്ങൾ അവന് നസീഹത്ത് കൊടുത്ത് അവന് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവനെ ശരിയായ മാർഗത്തിലേക്ക് വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരും, ശരിയായ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലു ഇമ്രാനിൽ അല്ലാഹു പറഞ്ഞ ആയത്ത് വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. അല്ലാഹുവിൻ്റെ ഭാഷം പരിശുദ്ധ ഖുർആനും സുന്നത്തും ദീനുൽ ഇസ്ലാം ഏതാണെങ്കിലും പല വാക്കുകളിൽ കൂടെ പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആശയവും ആദർശമൊക്കെ ഒന്ന് തന്നെയാണ്. ദീനുൽ ഇസ്ലാമി എന്ന് പറഞ്ഞാലും ഖുർആനും സുന്നത്തി എന്ന് പറഞ്ഞാലും, ഇനി ഖുർആനി എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിലും സുന്നത്ത് കൊണ്ടുള്ള വിശദീകരണമുള്ള ഖുർആനാണ് അവർ ഉദ്ദേശിച്ചത്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ, അള്ളാഹുവിൻ്റെ ആ പാശം അത് നിങ്ങൾ മുറുകെ പിടിക്കണം. എല്ലാവരും ഓരോ ആളുകളും ഇന്ന ഗ്രൂപ്പിലേക്ക് വരാനോ ഇന്ന നാട്ടിലേക്ക് വരാനോ ഇന്ന വ്യക്തിയിലേക്ക് വരാനോ അല്ല അള്ളാഹു അവിടെ പറയുന്നത്. എല്ലാവരും ഒരുമിച്ച് കൂടി പിടിക്കാനും എല്ലാവരും സംരക്ഷണം സ്വീകരിക്കാനും, ഇഅ്തിസാം എന്ന് പറഞ്ഞ സംരക്ഷണം നിങ്ങൾ നേടിക്കോളി, നിങ്ങൾക്കുള്ള സുരക്ഷ നിങ്ങൾ തേടിക്കോളി, അതുണ്ടാക്കിക്കോളി. ബിഹബ്ലില്ല, അള്ളാഹുവിൻ്റെ ആ കയറൽ മുറുകെ പിടിച്ചുകൊണ്ട് കിതാബിലേക്കും സുന്നത്തിലേക്കും വരിക. പരിശുദ്ധ ഖുർആൻ പഠിക്കുക, സുന്നത്ത് പഠിക്കുക, അള്ളാഹുവിൻ്റെ റസൂല് പഠിച്ച് മനസ്സിലാക്കിയ അതേ രൂപത്തിൽ അത് അമലാക്കുക. എല്ലാവരും അങ്ങോട്ട് വരാം, അതിൽ പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുക. പല ആളുകൾക്കും പല അഭിപ്രായങ്ങൾ, പല തോന്നലുകൾ, പല ചിന്താഗതികൾ, ലക്ഷ്യങ്ങൾ, താല്പര്യങ്ങൾ ഉണ്ടാകും. അത് മാറ്റിവെക്കുക. അത് മാറ്റിവെച്ച് എല്ലാവരും ഈ പറയുന്ന കിതാബ് സുന്നത്തിലേക്ക് വരിക. സഹാബത്തിൻ്റെ ഫഹ്മനുസരിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യുക. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ കക്ഷികളും സംഘങ്ങളും പല ജാതി അഭിപ്രായക്കാരുമായി ഛിന്ന ഭിന്നമാവരുത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് അൻസാരികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുന്നതിൻ്റെ മുമ്പ് അവർക്കുള്ള പരിതാപകരമായ അവസ്ഥയുണ്ടായിരുന്നു. മദീനക്കാരായ അൻസാറുകൾ, ഔസ് ഖസ്റജ് എന്ന് പറയുന്ന പ്രമുഖരായ രണ്ട് കുടുംബങ്ങളായിരുന്നു മദീനക്കാർ. അവർക്ക് വർഷങ്ങളായിട്ട് പരസ്പരം യുദ്ധവും സംഘട്ടനവുമായത്. പകൽ സമയം അവർ കഠിനാധ്വാനം ചെയ്ത് ഈത്തപ്പഴത്തോട്ടങ്ങളിൽ അധ്വാനിക്കും. അങ്ങനെ അതിൻ്റെ പഴങ്ങളും കായ്കനികളും വരാനാകുന്ന സമയമാകുമ്പോഴേക്ക് ജൂതന്മാർ, ശത്രുക്കൾ എന്തെങ്കിലും അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും സംശയങ്ങളും കൊണ്ടുവന്നിട്ട് ശത്രുത, പകയും വിദ്വേഷവും ഉണ്ടാക്കി പിന്നെ യുദ്ധത്തിലേക്ക് പോകും. സാമ്പത്തികമായി ദീനിയായിട്ടും ദുന്യവിയായിട്ടും തകർച്ചയായിരുന്നു. ഈ ഒരു അനുഭവം നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹു പറയുന്നുണ്ട് ഈ ആയത്തുകളിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കങ്ങനെ പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമായ പ്രവാചകനെ കൊണ്ടുവന്ന് നിങ്ങൾ ആ ദീന് സ്വീകരിക്കാൻ തയ്യാറായ സമയത്ത് നിങ്ങൾ ഏകോദര സഹോദരന്മാരായി. അതിൻ്റെ മുമ്പ് നിങ്ങൾ നരകത്തിൻ്റെ വക്കിലായിരുന്നു. ഏത് സമയവും അതിലേക്ക് ചെന്ന് പതിക്കുന്ന ആ ഒരു ഗതികേടിലായിരുന്നു. ഇന്നും അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങളും പരിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളും റസൂലിൻ്റെ സുന്നത്തും സ്വീകരിക്കാൻ തയ്യാറാവാത്തത് കാരണം ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥകൾ ഇതാണ്. അവർ ഓരോ നാടുകളിലും പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ കൈകളിലുള്ള ആയുധങ്ങളാണ്. അവർക്കിഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് തിരിക്കാൻ, അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ ഈ പറയുന്നവരെ ഉപയോഗപ്പെടുത്തുന്ന പരിതാപകരമായ അവസ്ഥ. അള്ളാഹു അവൻ്റെ മുഅ്മിനീങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത പ്രതാപമോ, അള്ളാഹു അവൻ്റെ മുഅ്മിനീങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത അവൻ്റെ കാരുണ്യത്തിന് അതിന് അർഹതപ്പെട്ട ആളുകളോ അള്ളാഹുവിൻ്റെ വിലായത്തിനും സംരക്ഷണത്തിനും അനുയോജ്യരായ വ്യക്തിത്വങ്ങളോ അല്ലാത്ത നിലക്ക് അധപ്പതിച്ചു പോയൊരവസ്ഥയിലാണ് ഇന്ന് ലോകത്തുള്ള നല്ലൊരു വിഭാഗം മുസ്ലിമീങ്ങളും. ഈ പറയുന്ന അധ്യാപനങ്ങൾ, അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങൾ സ്വീകരിച്ചില്ല എന്നുള്ള ഓരോരുത്തരതും പരിശോധിച്ച് നോക്കിയാൽ ഖുർആനിനെയും സുന്നത്തിനെയും വില വെക്കാത്ത ആളുകൾ നല്ലൊരു വിഭാഗമുണ്ട്. ചില ആളുകൾ ഖുർആനികളാണ്, ഞങ്ങൾ ഖുർആൻ പറഞ്ഞത് കേൾക്കുമെന്ന് പറഞ്ഞ് സുന്നത്തിനെ അവോയ്ഡ് ചെയ്യുന്ന, ഒരു പരിഗണനയും സുന്നത്തിന് കൊടുക്കാത്ത ആളുകളുണ്ട്. ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ കൃത്യമായി മനസ്സിലാക്കി അമലാക്കി പോകുന്ന ആളുകൾ വളരെ തുച്ഛമാണ് ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ ഇടയിൽ. സലഫികൾ, സുന്നികൾ എന്ന് പറയുന്ന വാക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അള്ളാഹു പറയുന്നു വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു വദ്കുറൂ ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈനക്കും. ശത്രുക്കളായിരുന്നു. ഈ ദീന് കൊണ്ടാണ് അള്ളാഹു നിങ്ങളുടെ ഇടയിൽ ഇണക്കവും സ്നേഹബന്ധവും ഉണ്ടാക്കിയത്. ആളുകളുടെ മനസ്സുകളുടെ ഇടയിൽ ഇണക്കും ബന്ധവും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധമായ ദീനിലേക്ക് മടങ്ങുക എന്നല്ലാതെ വേറെ അതിന് പരിഹാരമില്ല, മാർഗവുമില്ല.
എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പറയുന്ന സൂറത്തു ആല ഇമ്രാനിലെ ആയത്തുകൾ അവസാനിപ്പിക്കുന്ന സമയത്ത് അല്ലാഹു വലാ തഫറഖു, നിങ്ങൾ പരസ്പരം കക്ഷികളും ഗ്രൂപ്പുകളുമായി ഛിദ്രതയിലേക്ക് പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമ തബയല്ലു വുജൂഹുൻ വ തസ്വദ്ദു വുജൂഹുൻ എന്നൊക്കെ പറഞ്ഞ് ആയത്തുകൾ അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഖിയാമത്ത് നാളിൽ വരുന്ന സമയത്ത് ഈ ദീന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയ അഹ്ലുസുന്നയുടെ ആളുകളുടെ മുഖങ്ങൾ വെളുത്ത് പ്രകാശിക്കുന്നതായിട്ട് അവിടെ വരും. നേരെ മറിച്ച് ലലാലത്തിന്റെയും വഴികേടും തെരഞ്ഞെടുത്ത ആളുകളുടെ മുഖങ്ങൾ കറുത്തിരണ്ടതായിട്ട് അവിടെ വരും. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമൊക്കെ അതിന് വ്യാഖ്യാനങ്ങൾ പറഞ്ഞത് അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ഹദീസിൽ ഇമാം മുസ്ലിം റഹിമഹുല്ലക്ക് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്നല്ലാഹ യർളാ ലക്കും സലാസൻ, നിശ്ചയം അള്ളാഹു നിങ്ങൾക്ക് 3 കാര്യങ്ങൾ തൃപ്തിപ്പെടുന്നതാണ്. വയക്റഹു ലക്കും സലാസൻ, 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ അള്ളാഹുവിന് വെറുപ്പാണ്. ഫയർളാ ലക്കും, അള്ളാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൻ തഅബുദൂഹു വലാ തുശ്രികൂ ബിഹി ഷൈഅ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, മുവഹ്ഹിദീങ്ങളായിരിക്കണം, തൗഹീദിന്റെ കാര്യം. വലാ തുശ്രികൂ ബിഹി ഷൈഅ, അള്ളാഹുവിനോട് നിങ്ങൾ ഒന്നിനും പങ്കു ചേർക്കരുത്. അത് അള്ളാഹുവിന് വളരെ എളുപ്പമുള്ള, അള്ളാഹുവിന് വളരെ തൃപ്തിയുള്ള കാര്യമാണ് തൗഹീദുള്ള. അതേപോലെ വഅൻ തഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, അള്ളാഹുവിന്റെ പാശം ദീന് ഖുർആനും സുന്നത്തും സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ ആ പറയുന്ന ദീന് മുറുകെ പിടിക്കണം. അള്ളാഹുവിന്റെ കയർ അവനേറ്റും നമ്മളെ ബന്ധിപ്പിക്കുന്നത് അതാണ്. അള്ളാഹുവുമായി അടിമകളെ ബന്ധിപ്പിക്കുന്നത് ഇതാണ്, അവന്റെ ദീൻ ഖുർആന് സുന്നത്ത് സഹാബത്ത് മനസ്സിലാക്കിയതുപോലത്തെ അൽ മൻഹജു സലഫ് എന്ന് പറയുന്ന സലഫിയ മൻഹജ്, അത് നിങ്ങൾ മുറുകെ പിടിക്കണം. വലാ തഫറഖൂ, നിങ്ങൾ അതിൽ നിന്ന് ഛിന്ന ഭിന്നമായി അതിൽ നിന്ന് വേർപിരിഞ്ഞ് കൂട്ടം തെറ്റി നിങ്ങൾ പോകരുത്. ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത്. അവന് തൃപ്തിപ്പെട്ട കാര്യം ഇതാണ്. സ്വാഭാവികമായിട്ടും അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്താൽ അടിമകൾ അവൻ സംരക്ഷിക്കും, സഹായിക്കും, അവർക്ക് റഹ്മത്ത് ചെയ്യും. അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ അതിനനുസരിച്ചുള്ള ശിക്ഷകളുണ്ടാകും. ദീനിന്റെ കാര്യത്തിൽ പല അഭിപ്രായക്കാരും പല ഗ്രൂപ്പുകളും പാർട്ടികളുമായി പോകുക എന്ന് പറയുന്നത് മുശ്രിക്കീങ്ങളുടെ വിശേഷണങ്ങളിൽപ്പെട്ടത്, കുഫാറുകളുടെ മുശ്രിക്കീങ്ങളുടെ വിശേഷണങ്ങളിൽപ്പെട്ടതാ. അള്ളാഹു പറഞ്ഞു വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ ഒരിക്കലും മുശ്രിക്കീങ്ങളാവരുത്. അവരുടെ വിശേഷണം അള്ളാഹു പറയാണ് മിനല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയാൻ, ദീനിൽ അവർ ഛിദ്രതയുണ്ടാക്കി പല പാർട്ടിക്കാരും പല കക്ഷികളുമായി മാറി. പല പാർട്ടിക്കാരും പല കക്ഷികളുമായി. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, എല്ലാവരും അവർ പറയുന്നത് അവരുടെ അടുത്തുള്ളതാണ് നല്ലത്, ഞങ്ങളാണ് ശരിയായ മാർഗത്തിന്റെ ആളുകൾ, അതിൽ ആവേശം ഉൾക്കൊള്ളുന്ന, അതിൽ സന്തോഷവാന്മാരായി പോകുന്ന ആളുകൾ. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു വലാ യസാലൂന മുഖ്തലിഫീൻ ഇല്ലാ മൻ റഹിമ റബ്ബുക്, അവര് ഓരോ കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസത്തിന്റെ ആളുകളായിരിക്കും. ഇല്ലാ മൻ റഹിമ റബ്ബ്, അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ച ആളുകൾ ഒഴിച്ച്. അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ച ആളുകളാണെങ്കിൽ അവരുടെ ഇടയിൽ ഇഖ്തിലാഫ് ഉണ്ടാവുകയില്ല. ഫിഖ്ഹിയായ മസ്അലകളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ 2 അഭിപ്രായങ്ങൾ അവരുടെ വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് വിശ്വാസയോഗ്യമായ കാര്യം അവൻ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഈ ഇഖ്തിലാഫിൽ പെട്ടതേ. ഉദാഹരണം പറയാം, റുക്കൂഇൽ നിന്ന് ഉയർന്നതിന്റെ ശേഷം ഇഅ്തിദാലിലേക്ക് വന്നതിന്റെ ശേഷം ഒരാൾ അവന്റെ 2 കൈയും നെഞ്ഞത്തിങ്ങനെ വെക്കണോ അത് താത്തിടണോ, ഒരു മസ്അലയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ 2 അഭിപ്രായങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ആധുനികർ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, ഒരൊറ്റ ഹദീസ് തന്നെയാണ് ഇവർക്ക് 2 കൂട്ടർക്കും ഇതിന് തെളിവായിട്ടുള്ളത്. ഒരാൾ റുക്കൂഇൽ നിന്ന് ഉയർന്ന് ഇഅ്തിദാലിലേക്ക് വന്നാൽ അവന്റെ ഓരോ അവയവങ്ങളും അതിന്റെ കൃത്യമായ പൊസിഷനിൽ സ്ഥലത്ത് നിൽക്കുന്ന ആ നിലക്ക് അവൻ നിൽക്കണം എന്നാണ് ഹദീസിൽ വന്നത്. ഓരോ അവന്റെ ജോയിന്റുകളും അവന്റെ കെണുപ്പുകളും അതിന്റെ കൃത്യമായ സ്ഥലത്ത് നിൽക്കുന്ന ആ രൂപത്തിൽ നിൽക്കണം. ഇതാണ് ഹദീസ് ഈ അർത്ഥത്തിലുള്ള. അപ്പൊ ആ ഹദീസ് മനസ്സിലാക്കിയപ്പോൾ ചില പണ്ഡിതന്മാരവരുടെ വീക്ഷണത്തിൽ പറഞ്ഞു ഇതാണ് അതിന്റെ ശരിയായ മുമ്പത്തെ അവസ്ഥ എന്നുള്ള നിലക്ക് ഇതാണ് എന്ന് പറഞ്ഞു, അങ്ങനെ നിൽക്കലാണ് എന്ന് പറഞ്ഞു. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു കൃത്യമായി കൈ താത്തിട്ട് നിൽക്കലാണ് എന്ന് പറഞ്ഞു. 2 അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. ഒരാൾക്ക് ഈ വീക്ഷണമാണ് സ്വീകാര്യോഗ്യമായത് എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ അവൻ കൈ ഇങ്ങനെ വെച്ച് നിന്നു. മറ്റൊരു അഭിപ്രായം തോന്നിയത് ഇതാണ് കൈ താത്തിട്ട് നിൽക്കലാണ് എന്ന്. 2 കൂട്ടരും ചെയ്യുന്നത് അവരുടെ വീക്ഷണം മനസ്സിലാക്കിയതനുസരിച്ചാണ്. അതിൽ യഥാർത്ഥത്തിൽ ഇഖ്തിലാഫ് ഭാഷാർത്ഥത്തിൽ പറയാ എന്നുള്ളതല്ലാതെ ആദർശപരമായിട്ട് അതിൻ്റെ പേരിൽ ഒരു വെറുപ്പും
ഒരു ശത്രുതയും ഒരു പിണക്കവും വെക്കേണ്ട യാതൊരു വിഷയമില്ല തന്നെ. ഇങ്ങനത്തെ ഫിഖ്ഹിയായ മസ്അലകളാണെങ്കിൽ അവിടെ അഭിപ്രായങ്ങൾ സഹാബത്തിൻ്റെ കാലത്തുള്ളതാണ്. അതോടുകൂടെ അവർ ഏക സഹോദരന്മാർ, സ്നേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുൻയാൻ യശുദ്ദു ബഅ്ദുഹു ബഅ്ദ. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ സംബന്ധിച്ച് ഒരു വീട് പോലെ കെട്ടുറപ്പോടുകൂടെ നിൽക്കേണ്ടതാണ്. അതിൻ്റെ ഓരോ ഘടകങ്ങളും, അതിൻ്റെ തറ അതിൻ്റെ ചുമരുകൾക്ക്, അതിൻ്റെ ചുമര് അതിൻ്റെ ഫില്ലറുകൾക്ക്, അത് ഫില്ലറുകൾ അതിൻ്റെ മേൽക്കൂരക്ക് എന്നതുപോലെ കെട്ടുറപ്പോടെ ഭദ്രതയോടുകൂടെ നിൽക്കേണ്ടവരാണ്. അത് എല്ലാവരും അത് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതുമാണ്. ഈ ഒരു ഉറപ്പോടുകൂടിയാണ്, ഭദ്രതയോടുകൂടിയാണ് മുഅ്മിനീങ്ങൾ പോകേണ്ടത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവർക്ക് സ്വാഭാവികമായിട്ടും ലഭിക്കും ചെയ്യും. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് നാസിറുദ്ദീൻ അൽബാനി റഹ്മഹുള്ള പറഞ്ഞു അത് സഹീഹാണ് എന്ന് പറഞ്ഞ്, അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ സഹാബത്തിനൊരു ഉപദേശം കൊടുത്തു. ഊസീകും ബി അസ്ഹാബി, എൻ്റെ അനുചരന്മാരെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ നിങ്ങളോട് പ്രധാനപ്പെട്ട വസിയത്ത് ചെയ്യാണ്. സഹാബത്തിൻ്റെ കാര്യം നമ്മൾ അവർക്കുള്ള ആദരവും കാര്യങ്ങളും നമ്മളിത് അഖീദത്തു തഹാവിയൽ അത് കഴിഞ്ഞ 2-3 സദസ്സുകൾക്ക് മുമ്പ് വളരെ ഭംഗിയായിട്ട് അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് അത് പറഞ്ഞു പോയ കാര്യങ്ങളാണ്. സഹാബത്തിനോട് നമ്മുടെ നിലപാട് എന്തായിരിക്കണം എന്നുള്ളത്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ താബിഈങ്ങളെ കാര്യം. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരുടെ ശേഷം വന്ന അത്ബാഉ താബിഈങ്ങൾ. തുമ്മയ, ഇങ്ങനത്തെ ഉത്തമരായ നൂറ്റാണ്ടിലുള്ള ജീവിച്ച ആളുകൾക്കുള്ള ബഹുമാനവും ആദരവും കൊടുക്കണം. അവരെ കണ്ടാണ് നമ്മൾ ദീന് പഠിക്കേണ്ടത്, അവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. അതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സമൂഹം ദുഷിച്ചുകൊണ്ടേയിരിക്കും. തുമ്മ യഫ്ശുൽ കദിബ്, ആളുകളുടെ ഇടയിൽ കളവ് അത് പ്രചരിച്ചുകൊണ്ടേയിരിക്കും. ഹത്താ യഹ്ലിഫ അർറജുലു വലാ യുസ്തഹ്ലഫ്, ഒരു മനുഷ്യൻ തൊട്ടതിനൊക്കെ സത്യം ചെയ്ത് വല്ലാഹി വല്ലാഹി അള്ളന്നെയാണ് സത്യം എന്ന് പറഞ്ഞ് സത്യം ചെയ്യും. അവനോട് ചെന്ന് സത്യം പറയേ അല്ലെങ്കിൽ സത്യം ചെയ്യേ എന്ന് ആവശ്യപ്പെടാതെ തന്നെ, അള്ളാഹുവിനൊരു വിലയില്ലാതെ പറയുന്ന വാക്കിന് അവന് യാതൊരു ശ്രദ്ധയുമില്ലാതെ ഹക്കിനും ബാത്തിലിനും സത്യത്തിനും കളവിനൊക്കെ സത്യം ചെയ്തുകൊണ്ട് പോകുന്നൊരവസ്ഥ വരും. ഒരു സൂക്ഷ്മതയുണ്ടാകൂല. വയഷ്ഹദു ഷാഹിദു വലാ യുസ്തഷ്ഹദ്, ഓരോരോ കാര്യങ്ങൾക്ക് സംഭവങ്ങൾക്ക് ഒരാൾ സാക്ഷിയായിട്ട് ആളുകൾ വരും. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓനോട് ഒരു സാക്ഷിയായിട്ട് വാ, നീ അത് കണ്ടോ, നീ അത് കേട്ടോ, ചോദിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവൻ്റെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും യാതൊരു സൂക്ഷ്മതയും വെച്ച് പുലർത്താത്ത നിലക്ക് ജനങ്ങൾ ദുഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ സമൂഹം വരും. എന്നിട്ട് പ്രവാചകൻ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, അലാ ലാ യഖ്ലു അന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ കാന സാലിസഹുമ ശൈത്താൻ, ഒരന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒറ്റക്കൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി നിൽക്കാൻ പോകരുത്. അവിടെ വ്യഭിചാരത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന, അതിൻ്റെ തെറ്റുകളിലേക്കും കാര്യം പ്രേരിപ്പിക്കുന്നതിലേക്ക് പിശാച് മൂന്നാമതായി അവിടെ ഉണ്ടാകും. അത് സൂക്ഷിക്കേണ്ട കാര്യമാണ്, ഒരു ഉപദേശം. അതിന് തുടർന്നുകൊണ്ട് മറ്റു പറഞ്ഞു, അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ അൽ ജമാഅ മുറുകെ പിടിക്കണം. അവിടുത്തെ സഹാബത്ത് അനുചരന്മാർ പഠിപ്പിച്ച് മനസ്സിലാക്കി തന്ന ആ ദീന്, ആ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കണം. വഇയ്യാകും വൽ ഫുർഖ, ആ വഴിയിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ തെറ്റി ഛിദ്രതയുണ്ടാക്കി കൂട്ടം തെറ്റി പിരിഞ്ഞു പോകരുത്. ഫഇന്ന ശൈത്വാന മഅൽ വാഹിദി വഹുവ മിനൽ ഇത്നൈനി അബ്അദ്, പിശാച് മുമ്പ് ഹദീസിൽ കേട്ടതുപോലെ തന്നെ പിശാച് എപ്പോഴും ഒറ്റ കിട്ടുന്ന ആളെ കൂടെയായിരിക്കും ഏറ്റവും കൂടെ വഴിപഴപ്പിക്കാനുണ്ടാകുക. 2 ആളെ കൂടെയാകുമ്പോൾ പിശാച് കുറച്ച് അകലത്തിലായിരിക്കും. മൻ അറാദ ബഹ്ബൂഹത്തൽ ജന്നത്തി ഫൽയൽസമിൽ ജമാഅ, സ്വർഗത്തിൻ്റെ ഏറ്റവും അതിൻ്റെ മധ്യത്തിലുള്ള ഉത്തമമായ ആ സ്ഥാനം, ആ സ്ഥലം, അവിടെ അവന് അള്ളാഹു സ്വർഗത്തിൽ അവസരം നൽകണമെന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫൽയൽസമിൽ ജമാഅ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആ മൻഹജ് അവൻ മുറുകെ പിടിക്കണം. സ്വഹാബത്തിൻ്റെ മാർഗത്തിൽ അവൻ മുന്നേറണം, അത് മുറുകെ പിടിക്കാൻ തയ്യാറാവണം. സ്വർഗത്തിൻ്റെ ഏറ്റവും മധ്യമായ ഉത്തമമായ സ്ഥാനമാനങ്ങൾ, ആദരവുകൾ ഒരാൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സറത്തുഹു ഹസനത്തുഹു വസാഅത്തുഹു സയ്യിഅത്തുഹു ഫദാലികുൽ മുഅ്മിൻ. സ്വാഭാവികമായിട്ടും ആളുകളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ള ഒരു മാനസികാവസ്ഥയാണ്. ഞാൻ അത്യാവശ്യം തരക്കടില്ല, എനിക്ക് അത്യാവശ്യമൊക്കെ തിരിഞ്ഞിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയത് തന്നെയാണ് ശരി എന്നുള്ള തോന്നലുകൾ ഒരാളെ മനസ്സിലേക്ക് കടന്നു വരും. മറ്റുള്ളവരുത്താണ് കുറവ്, ഓരോരുത്താണ് വീഴ്ച, ഓരോരുത്താണ് പിഴവ് പറ്റിയിട്ടുള്ളത് എന്നുള്ള ഈ മാനസികാവസ്ഥ, ഇത് ആളുകളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഛിദ്രതയും കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു വിഷയമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ ഒരു തിരുത്ത് നടത്തുകയാണ്. നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന ദുഷിച്ച ചിന്ത ഉണ്ടെങ്കിൽ അവിടെ ഒരു തിരുത്ത്. മൻ സറത്തുഹു ഹസനത്തുഹു, ഒരു മനുഷ്യൻ അവൻ്റെ അടുത്ത് വരുന്ന നന്മകൾ അവനെ സന്തോഷിപ്പിച്ചു. വസാഅത്തുഹു സയ്യിഅത്തുഹു, അവൻ്റെ അടുത്തുള്ള തെറ്റുകൾ കാര്യങ്ങൾ അവനെ ചിന്തിപ്പിക്കുകയും അവനെ അത് വിഷമിപ്പിക്കുകയും ചെയ്താൽ
നന്മ എന്തെങ്കിലും ചെയ്താൽ അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ ഫള് കൊണ്ട് ചെയ്യാൻ തൗഫീഖ് കിട്ടി, എനിക്കത് മനസ്സിലായി, ഞാനത് ചെയ്തു, അൽഹംദുലില്ലാ. തെറ്റുകൾ നമ്മളടുത്ത് വന്നു എന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുകയും അത് നമ്മെ വിഷമിപ്പിക്കുകയും ചെയ്യാം. ന്യായീകരിക്കല്ല. നമ്മളടുത്ത് വന്നത് തെറ്റാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്, എനിക്കത് പറ്റാൻ പാടില്ലായിരുന്നു, അത് വളരെ മോശമായി, അത് വളരെ ചീത്തയായി. അമലിൻ്റെ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അറിവിൻ്റെ കാര്യത്തിലാണെങ്കിലും വാക്കിൻ്റെ ആണെങ്കിലും പ്രവൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫദാലിക്കുമുൽ മുഅ്മിൻ, യഥാർത്ഥ മുഅ്മിൻ അവനാണ്. നന്മ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് സന്തോഷിക്കാവുന്നതാണ്. അത് സന്തോഷിക്കുക എന്നുള്ളത് മുഅ്മിനായ മനുഷ്യന് അവന് അനുവദനീയമായ കാര്യമാണ്. അതിൻ്റെ പേരിൽ താൻ പെരുമ നടിക്കലോ തന്നെ പ്രശംസിക്കലോ അതല്ലെങ്കിൽ ലോകമാന്യം ഒന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാ ജമാഅത്തിന് പള്ളിയിൽ സഫവൽ വന്ന് നിസ്കരിക്കാൻ എനിക്ക് തൗഫീഖ് നൽകി, അൽഹംദുലില്ലാ, അതൊരു സന്തോഷം. അള്ളാഹു സ്വീകരിച്ചെങ്കിൽ എന്ന് പറയുന്ന ആഗ്രഹങ്ങളൊക്കെ. അതേപോലെ തെറ്റുകൾ നമ്മളടുത്ത് വന്നു എന്നുണ്ടെങ്കിൽ അത് ചീത്തയായി പോയി, തെറ്റായി, വരാൻ പാടില്ലാത്തതായിരുന്നു, അതിനെക്കുറിച്ചുള്ള കുറ്റബോധവും അതിനെക്കുറിച്ചുള്ള സ്വയം വിമർശനവും അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥയും ഇതൊരാൾക്ക് വന്നു എന്നുണ്ടെങ്കിൽ ഫദാലിക്കുമുൽ മുഅ്മിൻ, അവനാണ് യഥാർത്ഥ മുഅ്മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ കൂടെ പറയാം. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത പ്രസിദ്ധമായ ഹദീസിൽ അദ്ദേഹം പറയാണ്, കാനന്നാസു യസ്അലൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പല കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കുമായിരുന്നു, പ്രത്യേകിച്ച് നന്മയായ കാര്യങ്ങൾ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ ചോദിക്കലുണ്ടായിരുന്നു. ഈ സഹാബി നേരെ മറിച്ച് അദ്ദേഹം പറയാണ്, ഞാൻ റസൂലിനോട് ഷർറിനെ കുറിച്ച്, എന്തൊക്കെയാണ് തെറ്റായ കാര്യങ്ങൾ, എന്നെ അപകടത്തിൽ ചാടിക്കുന്ന കാര്യങ്ങൾ എന്താണ് അള്ളാഹുവിൻ്റെ റസൂലേ എന്നായിരുന്നു ഞാൻ ചോദിച്ചിരുന്നത്. ഞാൻ എന്തിനാണ് അങ്ങനെ തെറ്റായ തിന്മയായ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിരുന്നത്? ഞാനത് ചെയ്യാനല്ല, മഖാഫത അൻ യുദ്രിക്കനി, ആ തെറ്റിൽ ഞാൻ ചെന്നു ചാടുവോ, അത് എന്നെ പിടികൂടോ എന്ന് ഭയപ്പെട്ടിട്ട്, ആ തെറ്റിൽ ഞാൻ ചെന്നു ചാടുവോ, അത് എന്നെ പിടികൂടോ എന്ന് ഭയപ്പെട്ടിട്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കാര്യങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് അവസാന കാലഘട്ടത്തിൽ ഫിത്നകൾ ഉണ്ടാകും, പല അഭിപ്രായഗതികളുണ്ടാകും, ചിന്താഗതികളും ഛിദ്രതകളും ഉണ്ടാകും. എന്തു ചെയ്യും? ആ കാലഘട്ടത്തിൽ തൽസമു ജമാഅത്തൽ മുസ്ലിമീന വ ഇമാമഹും, മുസ്ലിമീങ്ങളുടെ ആ കൂട്ടം, അവരുടെ ഇമാമും. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറയും രണ്ട് നിലക്കാണ് ഈ കാര്യങ്ങൾ. ഒന്ന്, ദുന്യവിയായ കാര്യങ്ങളിൽ അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഇമാം, സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളിൽ, ഗൾഫ് നാടുകളിലൊക്കെ ഉള്ളതുപോലെ മുസ്ലിം ഭരണാധികാരികൾ അദ്ദേഹത്തിനനുസരിക്കണം. തെറ്റായ കാര്യങ്ങൾ കൽപ്പിക്കാത്ത കാലത്തോളം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കണം, അനുസരിക്കണം. ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ പോലും ആ ഭരണാധികാരിയെ അനുസരിക്കണം. അതേപോലെ തന്നെ മുസ്ലിം ആ ഉമ്മത്തിൻ്റെ കൂടെ നിൽക്കും വേണം. മറ്റ് ദീനിൻ്റെ കാര്യത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആൾക്കൂട്ടം, അവരുടെ ഉലമാക്കൾ, പണ്ഡിതന്മാർ അവരുടെ കീഴിൽ നിൽക്കും വേണം. അവരാണ് അൽ ജമാഅ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ചില സഹോദരന്മാർ അൽ ജമാഅ എന്ന് പറയുന്ന ഇങ്ങനത്തെ വാക്കുകൾ, അഹ്ലുസുന്ന പറഞ്ഞ ഇങ്ങനത്തെ വാക്കുകൾ, ഇമാമികൾ പറഞ്ഞ ഈ വാക്കുകൾ ഹദീസിലോ ആയത്തിലോ അതല്ലെങ്കിൽ കിതാബുകളിലുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചില രാഷ്ട്രീയ പാർട്ടിക്കാരാണ്, അവരുടെ പ്രസിഡന്റാണ് അൽ ജമാഅന്റെ ഇമാം, അവരനുസരിക്കണമെന്ന് പിടിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ മുൻഗാമികളായ ആളുകളാണ് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അതിനെ തുടക്കം കുറിച്ചത്, അത് നാട്ടിലുണ്ടാക്കിയത്. അതുകൊണ്ട് അതിൻ്റെ പ്രസിഡന്റുമാരൊക്കെയാണ് നമ്മുടെ അൽ ഇമാമാണ് എന്ന് പറയുന്നു. അവർ ഖുറാഫാത്തിൻ്റെ ആളുകളും ഷിർക്കിൻ്റെ ആളുകളും ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അൽ ജമാഅ എന്ന് പറയുന്ന ആൾക്കൂട്ടത്തിൻ്റെ ആളുകൾ അവരല്ല. അവർ മുസ്ലിമീങ്ങളുടെ വലിയുല്ലംറി എന്ന് പറയുന്ന സ്ഥാനത്തിൽ അർഹരുവൽ. ഷെയ്ഖ് ഉസൈമീൻ്റെ ചില ഫത്വകൾ എടുത്ത്, അതേപോലെ തന്നെ ഖാലിദുൽ ലുഫൈരി എന്ന് പറയുന്ന സൗദി അറേബ്യയിലുള്ള പണ്ഡിതൻ്റെയൊക്കെ ചില പുസ്തകങ്ങൾ വെച്ചിട്ട് ഇവർ ചില വാദങ്ങൾ പറയലുണ്ട്. നമ്മൾ സൗദിയിലുണ്ടായിരുന്ന സമയത്ത് ഷെയ്ഖ് റബീൻ്റെ അടുത്തൊക്കെ ഈ പറയുന്ന വാദങ്ങൾ എത്തിച്ചു കൊടുത്തിട്ട് ഷെയ്ഖ് റബീൻ്റെ ചില ഫത്വകൾ ഇവർ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഷെയ്ഖ് വളരെ ദേഷ്യപ്പെടുകയും അവരെ വിമർശിച്ചുകൊണ്ട് ഖദ്ദാബ് ഖാത്തലഹു, കള്ളനാണവൻ, അള്ളാഹ് അവനെ ശപിക്കട്ടെ എന്ന് പോലത്തെ വാക്കുകൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ സാധാരണക്കാരായ ആളുകൾ അൽ ജമാഅന്റെ കൂടെ ഈ നാട്ടിലുള്ള ആളുകൾ നിൽക്കണമെന്ന് പറയുന്നതിന് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രസിഡന്റുമാർ അവരാണ് എന്ന്. ഈ പ്രസിഡന്റുമാരാണെങ്കിൽ അവർ ഷിർക്കിലേക്കും ഖുറാഫാത്തിലേക്കും ഉള്ള വഴികേടിലേക്കൊക്കെ ആളുകളെ ക്ഷണിക്കുന്നവരും അതിന് നേതൃത്വം കൊടുക്കുന്നവരുമാണ്. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഇങ്ങനത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളായ ആളുകളാണെങ്കിൽ അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരും അതിൻ്റെ ആൾക്കൂട്ടങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്.
അതോടുകൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അവർക്ക് അതിൽ ബറക്കത്തും റഹ്മത്തും നൽകി, അതിൽ അഭിവൃദ്ധിയും സഹായവും സംരക്ഷണവും നൽകി അവർക്ക് അത് മുന്നോട്ട് പോകാനുള്ള സഹായം തൗഫീഖും ലഭിക്കാനുള്ള മാർഗങ്ങൾ അതിന് അള്ളാഹുവിനോട് തേടുകയും അള്ളാഹു നൽകിയ നിഅമത്തിന് നന്ദിയുള്ളവരായി മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള ഏക പരിഹാരം. ന്യൂനപക്ഷങ്ങളായ മുസ്ലിമീങ്ങൾ സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ഭരണാധികാരികളുണ്ട്. ആ ഭരണാധികാരികളെ ദീനിൻ്റെയും ദുന്യാവിൻ്റെയും കാര്യത്തിൽ അവിടെയുള്ള അനുയായികൾ അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരുമാണ്. അവരനുസരിക്കൽ ബാധ്യസ്ഥരുമാണ്. ദുന്യവിയായ കാര്യത്തിൽ നമ്മുടെ നാടുകളിലുള്ള ഭരണാധികാരികൾ പറയുന്ന നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവർ പറയുന്ന കാര്യങ്ങളിൽ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകൽ നമുക്ക് കടമയാണ്. പ്രത്യേകിച്ച് റോഡ് പോലത്തെ കാര്യങ്ങളിലോ മറ്റുള്ള സാമൂഹികമായ കാര്യങ്ങളിൽ ദീനുൽ ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത കാര്യങ്ങളിൽ ഇവിടെയുള്ള ഭരണകൂടങ്ങൾ പറയുന്ന മുസ്ലിമീങ്ങളില്ലാത്ത ഭരണാധികാരികൾ പറയുന്ന കാര്യങ്ങളിൽ അവരനുസരിക്കൽ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ബാധ്യതയാണ്. അത് അവർക്ക് കടമയുമാണ്. രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും എല്ലാവരുടെയും രക്ഷയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങളും നിയമങ്ങളും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, മാ തക്റഹൂന ഫിൽ ജമാഅത്തി ഖൈറും മിമ്മാ തുഹിബ്ബൂന ഫിൽ ഫുർഖ. ആൾക്കൂട്ടങ്ങൾ, മുസ്ലിം ആൾക്കൂട്ടങ്ങൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒത്തൊരുമ, അതിൽ പോകുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വെറുപ്പുള്ളത് അനുഭവപ്പെട്ടേക്കാം, ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനിഷ്ടകരമായ എന്തെങ്കിലും ഉണ്ടായേക്കാം. എന്നാലും അതായിരിക്കും ഒറ്റപ്പെട്ട് കൂട്ടം തിരിഞ്ഞ് ഛിദ്രതയിൽ കൂടെ ജീവിക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേറെ നിങ്ങൾക്ക് ഉത്തമം അതായിരിക്കും. നിങ്ങൾ അഹ്ലുസുന്നയുടെ ഈ ആൾക്കൂട്ടത്തിന്റെ കൂടെ പോകുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റാത്തത് കണ്ടേക്കാം, നിങ്ങൾക്ക് വെറുപ്പുള്ള ചിലതുണ്ടായേക്കാം. എന്നാൽ പോലും ഈ പറയുന്ന അൽ ജമാഅയിൽ നിന്ന് കൂട്ടം തെറ്റി കക്ഷികളും പാർട്ടികളും ഗ്രൂപ്പുകളുമായി നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേറെ നല്ലത് ഈ പറയുന്ന അഹ്ലുസുന്നയുടെ ആ ആൾക്കൂട്ടത്തിന്റെ കൂടെ നിൽക്കുന്നതായിരിക്കും. മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, അലൈക്കും ജമീഅൻ ബിത്വാഅത്തി വൽ ജമാഅ. നിങ്ങൾ അനുസരിക്കേണ്ട ആളുകളെ അനുസരിക്കാൻ തയ്യാറാവണം. മുസ്ലിം ഉമ്മത്തിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആ അൽ ജമാഅന്റെ കൂടെ നിങ്ങൾ നിൽക്കണം. ഫഇന്നഹാ ഹബ്ലുല്ലാഹില്ലദീ അമറ ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കയറ്, അല്ലാഹുവിന്റെ കയറ് മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും ഫീ ഷൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇതാ. ദീനിന്റെ കാര്യത്തിൽ ഛിദ്രതയും പല ജാതി അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാക്കി പല കക്ഷികളുമാക്കി പിരിഞ്ഞുപോയ ആളുകൾ, വകാനൂ ശിയഅൻ, അവർ പല പാർട്ടികളും പല ഗ്രൂപ്പുകളുമായി പിരിഞ്ഞുപോയ ആളുകൾ, ലസ്ത മിൻഹും ഫീ ഷൈ, നിങ്ങൾ അവിടെ കൂട്ടത്തിൽപ്പെട്ട ആളേൽ. അത് നിങ്ങളുടെ കൊണ്ടുവന്ന ദീനുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് അവരുടെ പ്രവർത്തനങ്ങൾ. അവരീ കൊണ്ടുവന്നത്, നിങ്ങൾ കൊണ്ടുവന്ന പ്രവാചകരെ നിങ്ങൾ കൊണ്ടുവന്ന ദീനുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ചുരുക്കത്തിൽ മഹാനായി പണ്ഡിതൻ ഇവിടെ പറഞ്ഞത്, അൽ ജമാഅന്റെ കൂടെ നമ്മൾ നിൽക്കണം. അതാണ് ഹക്ക്, അതാണ് സവാബ്, അതിലാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത്. അതിലെ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുകയുള്ളൂ, ഈ ലോകത്തും പരലോകത്തും. നേരെ മറിച്ച് അതിന് വിരുദ്ധമായി കക്ഷികളും പാർട്ടികളും പല ചിന്താഗതിക്കാരുമായി മറ്റുള്ള വ്യതിചലനത്തിൽ കൂടെ മുന്നോട്ട് പോകുന്ന പക്ഷം അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വഴികേടിലാണ് അവർ. അള്ളാഹുവിൻ്റെ ശിക്ഷ ഈ ലോകത്തും പരലോകത്തും അവർക്ക് ലഭിക്കാൻ അത് കാരണമാകും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിലുള്ള ശേഷം പറയുന്ന ഈ ആയത്ത് അവതരിപ്പിച്ചു കൊടുത്തപ്പോൾ, ഖുൽ ഹുവൽ ഖാദിറു അലാ അൻ യബ്അത അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും. പ്രവാചകരെ നിങ്ങൾ പറയ്, ഹുവൽ ഖാദിറു, അല്ലാഹുവിന് കഴിവുള്ളവനാ, അലാ അൻ യബ്അത അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുകളിൽ കൂടെ നിങ്ങളുടെ മേൽ ശിക്ഷയിറക്കാൻ കഴിവുള്ളവനാണ്. മറ്റു കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന സമുദായങ്ങൾ അള്ളാഹു ശിക്ഷിച്ചതുപോലെ കൊടുങ്കാറ്റ് കൊണ്ടോ അട്ടഹാസം കൊണ്ടോ അതല്ലെങ്കിൽ കല്ലുമഴ വർഷിച്ചുകൊണ്ടോ മറ്റ് ഏതെങ്കിലും നിലക്ക് നിങ്ങളുടെ തലക്ക് മുകളിൽ കൂടെ ശിക്ഷയിറക്കിയിട്ട് നിങ്ങളെ നശിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയും എന്നുള്ള ആയത്തിറക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അഊദു ബിവജ്ഹിക്, അള്ളാഹുവെ നിന്റെ പവിത്രമായ ആദരണീയമായ വജ്ഹ് കൊണ്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു, ഇങ്ങനത്തെ ശിക്ഷ കൊണ്ട് എൻ്റെ ഉമ്മത്തിനെ നീ നശിപ്പിക്കരുതേ.
അങ്ങനെ പിന്നെ രണ്ടാമത് അള്ളാഹു ഔ മിൻ തഹ്തി അർജുലിക്കും, നിങ്ങളുടെ താഴ്ഭാഗത്തിൽ കൂടെ ശിക്ഷ നൽകിക്കൊണ്ട് നിങ്ങളെ നശിപ്പിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്, പ്രാപ്തിയുള്ളവനാണ്. ഭൂമി കുലുക്കം കൊണ്ടോ പ്രളയങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വിപത്തുകൾ ഇറക്കിയിട്ട് അള്ളാഹു നിങ്ങളെ നശിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഊദു ബിവജ്ഹിക്, അള്ളാഹുവേ നിന്റെ പവിത്രമായ ആദരണീയമായ വജ്ഹ് കൊണ്ട് തവസ്സുലാക്കി ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന്. അപ്പൊ വീണ്ടും അള്ളാഹു പറഞ്ഞു, ഔ യൽബിസകും ശിയഅൻ വയുദീഖ ബഅദകും ബഅസ ബഅദ്, അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ കക്ഷിത്വമിട്ടിട്ട് പല ഗ്രൂപ്പും പല പാർട്ടിക്കാരും പല ആശയക്കാരും പല ചിന്താഗതിക്കാരുമായിട്ട് നിങ്ങളുടെ ഇടയിൽ വയുദീഖ ബഅദകും ബഅസ ബഅദ്, അങ്ങനെ ഒരു കൂട്ടർ മറ്റുള്ളവരെ ആക്രമിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന, മറ്റുള്ളവരെ ആശയത്തിൽ വ്യതിചലിച്ചവരാണ്, പഴച്ചവരാണ് എന്ന് പറയുന്ന ഇങ്ങനത്തെ ശിക്ഷകൾ ഈ ഉമ്മത്തിൽ നൽകാൻ അള്ളാഹു പ്രാപ്തനാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാതാനി അഹ്വൻ, ഇത് രണ്ടും കുറച്ചുകൂടി എളുപ്പമുള്ളതാണ് എന്ന് പറഞ്ഞു. സൂറത്തുൽ അൻആമിലുള്ള ആയത്ത് ഇറങ്ങിയപ്പോൾ നിങ്ങൾ പരസ്പരം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഇടയിൽ കക്ഷിത്വങ്ങളും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും നൽകി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ആക്രമിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന ഫിത്നകൾ, നിങ്ങൾ ഉമ്മത്തിൽപ്പെട്ട പരസ്പരം ആളുകളുടെ ഇടയിൽ ഈ ഫിത്നകൾ ഉണ്ടാക്കി നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് കാരണമായിട്ട് അള്ളാഹുവിനത് കഴിയുമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ഈ പറഞ്ഞത് കുറച്ചുകൂടി നിസ്സാരമാണ്, ആകാശത്തിൽ നിന്നുള്ള വലിയ ശിക്ഷ ഇറങ്ങുന്നത് കൊണ്ട് അപേക്ഷിച്ച്. അതേപോലെ തന്നെ ഭൂമിയിൽ നിന്നുള്ള മറ്റുള്ള വലിയ ശിക്ഷകൾ വന്ന് ഉമ്മത്ത് പാടെ നശിപ്പിക്കപ്പെടുന്നത് കൊണ്ട് അപേക്ഷിച്ച് പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്, അള്ളാഹുവിൻ്റെ രീതിയാണ്. ഈ പറയുന്ന പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതുണ്ടാകുന്ന സമയത്ത് ഓരോ ആളുകളും അവരുടെ വാക്കുകളും പ്രവൃത്തികളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ശ്രദ്ധിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആ മൻഹജിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകാത്ത നിലക്കുള്ള സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പരിഹാരം. അത് മുറുകെ പിടിക്കുക എന്നുള്ളത് അവർക്ക് സുരക്ഷയ്ക്ക് അതാണ് അത്യാവശ്യമായ കാര്യം. ദീനുൽ ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിന് അതാണ് അത്യാവശ്യമായ കാര്യം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാനും അള്ളാഹുവിൻ്റെ സഹായവും പ്രതാപവും ലഭിക്കാനുള്ള ഏകമാർഗം അതാണ്. ഏത് വിഷയത്തിലാണെങ്കിലും മുൻഗാമികളായ സഹാബത്ത് അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്ന സമയത്ത് അവരെന്ത് സ്വീകരിച്ചു, ഏത് മാർഗം സ്വീകരിച്ചു? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ല സഹാബത്തിൻ്റെ ഇടയിൽ വന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പല ഉദാഹരണങ്ങളും പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുക നിസ്സാര കാര്യമില്ലല്ലോ. നമ്മളെ ചിന്തിച്ചു നോക്കിയാൽ റസൂൽ വഫാത്തായി എന്ന് പറയുന്നത് പരസ്യമായിട്ടൊരാൾ പറയാം, റസൂൽ മരിച്ചു എന്നുള്ളത്. ആ സഹാബത്തിന് റസൂലിനുള്ള ബഹുമാനം ആദരവും വെച്ച് നോക്കുമ്പോൾ ആ ഒരു വാക്കൊരാൾ പറയാന്നുള്ളത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരെങ്കിലും റസൂൽ മരിച്ചു എന്ന് പറഞ്ഞാൽ ഈ വാൾ കൊണ്ട് ഞാൻ വല്ല തലയെടുക്കുമെന്ന് പറഞ്ഞു, പരസ്യമായിട്ട് പറഞ്ഞു. പല സഹാബികൾക്കും ആ വാർത്ത, ആ വിവരം അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ആ പറയുന്ന ഉമ്മത്തിൻ്റെ മുന്നിൽ നേതൃത്വം പരമായ നിലക്കുള്ള നിലപാടെടുത്ത് പറഞ്ഞു, ഇന്ന മുഹമ്മദൻ ഖദ് മാത്, നിശ്ചയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടുണ്ട്, വഫാത്തായിട്ടുണ്ട്. മൻ കാന യഅബ്ദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അള്ളാഹുവിനെ ആരാധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല, അവരുടെ ആരാധന തുടരാം. വമൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, ആരെങ്കിലും മുഹമ്മദിനെ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ മുഹമ്മദ് മരണപ്പെട്ടു പോയി, ഇനി ആരാധനയ്ക്ക് പ്രസക്തിയില്ല, കഴിയൂല എന്ന്. അദ്ദേഹം അത് ശക്തമായ ആ നിലപാടെടുത്ത് ആ സമൂഹത്തിൻ്റെ മുന്നിൽ അത് പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കാനും ആ നേതൃത്വം അംഗീകരിക്കാനും പിന്നെ എതിരഭിപ്രായം പറഞ്ഞ അവിടെ ഒരഭിപ്രായ വ്യത്യാസത്തിന് പോകാതെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന മാനസികാവസ്ഥ എടുത്തു അവർ. നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ശരിക്കും അഖീദ മനസ്സിലായി, മൻഹജ് മനസ്സിലായി, സലഫിയത്തിലാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ശരിക്കും സലഫിയത്തും ഈ പണ്ഡിതനൊക്കെ പറഞ്ഞതുപോലത്തെ ഉപദേശ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ വളരെ ഭംഗിയായി സ്നേഹത്തോടെ ഒത്തൊരുമയോടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിനും അള്ളാഹുവിൻ്റെ പ്രതാപത്തിനും സഹായത്തിനും അർഹരായി അവകാശികളായി മുന്നോട്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ് താൻ പലതിലും പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ. മറ്റൊരു കാര്യത്തിൽ അബൂബക്കർ റസൂലിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ സമയത്ത് അധികാരത്തിന് ആരാണ്? മുഹാജിറുകളാണ് അതിന് അർഹതപ്പെട്ട ആളുകൾ പ്രവാചകന്റെ ശേഷം.
അൻസാരികൾ പറഞ്ഞു, ഞങ്ങളാണ് അതിനർഹതപ്പെട്ട ആളുകൾ, നിങ്ങൾക്ക് സഹായം സംരക്ഷണം നൽകി ഞങ്ങളുടെ നാട്ടിലാണ് അഭയം തന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു അവിടെ. മറ്റ് ഒരഭിപ്രായം വന്നു, നിങ്ങളിൽ നിന്നുള്ള ഒരു അമീറും മുഹാജിറുകളിൽ നിന്നുള്ള ഒരു അമീറും അൻസാരികളിൽ നിന്നുള്ള മറ്റൊരു അമീറും സഅദ് ഇബ്നു മുആദ്, സഅദ് ഇബ്നു ഉബാദ പോലത്തെ പ്രമുഖരായ സഹാബികളെ രംഗത്ത് വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിലായത്തും ഇമാമത്തും ഖുറൈശികളിലാണ് എന്ന് പറഞ്ഞ ഹദീസ് അവിടെ വെച്ച് പറഞ്ഞു. ആ പറഞ്ഞ ഹദീസ് കൃത്യമായി വിശ്വാസയോഗ്യമായ വായിൽ നിന്നത് വന്നു. അവരത് സ്വീകരിക്കാൻ തയ്യാറായി. അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ നിന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി വന്നതിന്റെ ശേഷം ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ യുദ്ധത്തിന് പറഞ്ഞയക്കണോ അയക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഷാമിന്റെ ഭാഗത്തേക്ക് വമ്പിച്ച സൈന്യത്തെ പറഞ്ഞയച്ച, അതിന് യാത്ര അയച്ച, അവർ മദീനയിൽ നിന്ന് പോകുന്നതിന് മുമ്പാണ് റസൂൽ വഫാത്താകുന്നത്. അപ്പൊ ഇനി ആ സൈന്യത്തെ നമ്മൾ പറഞ്ഞയക്കണ്ട. ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾക്ക് ആ അഭിപ്രായമായിരുന്നു. റസൂൽ ഇന്നലെ മിഞ്ഞാന്ന് വഫാത്തായിട്ടുള്ളൂ. ആ സമയത്ത് ഇത്ര കൂടുതൽ ആളുകൾ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് നമുക്ക് ഭീഷണിയാകും. അറാബികളായ പല ആളുകളും ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോയിട്ടുണ്ട്. ആ നിലക്ക് ഇവരിവിടെ നാട്ടിൽ നിന്ന് പുറത്തു പോകൽ ഈ സൈന്യങ്ങളുടെ നാട്ടിൽ ഉണ്ടാവുകയാണ് വേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരുടെ കാലുകൾ കഴുകങ്ങൾ കൊത്തിവലിക്കുന്നത് കണ്ടാലും അള്ളാഹുവിന്റെ റസൂല് കെട്ടിക്കൊടുത്ത കൊടിയും അവിടുന്ന് പറഞ്ഞിറക്കിയ ആ സൈന്യത്തെ ഞാൻ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയക്കുക തന്നെ ചെയ്യും. അവരെ ആ യുദ്ധത്തിൽ നിന്ന് ഞാൻ പിന്മാറ്റുകയില്ല എന്ന് പറഞ്ഞു. ധീരമായ ആ ഭരണാധികാരിയുടെ തീരുമാനത്തിന്റെ മുന്നിൽ മറ്റുള്ള അഭിപ്രായമുള്ള സഹാബികൾ ഒരു വാക്കും എതിർത്ത് പറയാതെ ആ തീരുമാനം അടിയുറച്ച് അംഗീകരിക്കാൻ അവർ തയ്യാറായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സൈന്യത്തെ പറഞ്ഞയച്ചത് പിന്നീട് ആ മുസ്ലിം ഉമ്മത്തിന് അതിശക്തമായ ധീരതയും അവർക്ക് സഹായമായി തീർന്നു എന്നുള്ളതാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ മുർത്തദ്ദായ പല ഗ്രാമങ്ങളും ഇത്തരം ശക്തരായ ഒരു സംഘം ഇന്നലെ ഇവരുടെ നേതാവ് മരണപ്പെട്ട സമയത്ത് ഈ നാട്ടിൽ നിന്ന് യുദ്ധത്തിന് പോകുന്നത് കണ്ടപ്പോൾ അവർ പറഞ്ഞു അത്രേ, അവരുടെ നേതാവ് മരിച്ചു പിരിഞ്ഞു പോയി എന്നുണ്ടെങ്കിലും അതിലേറെ ശക്തമായ നേതൃത്വം അവർക്കുണ്ടായത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സൈന്യം ഇവിടെ നിന്ന് യുദ്ധത്തിന് പോകുന്നത്. നമ്മുടെ അടുത്ത നിലപാട് തെറ്റാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വന്നു പല ഗ്രാമങ്ങളും. ഇങ്ങനെ സഹാബത്തിന്റെ ഇടയിൽ പല വിഷയങ്ങളും, അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു തമ്മിൽ വലിയ യുദ്ധങ്ങൾ തന്നെ ഉണ്ടായി, സംഘടനകൾ, രക്തം ചിന്തലുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അവർ തമ്മിലുള്ള വിശ്വാസത്തിന്റെയും സ്നേഹബന്ധത്തിന്റെയും കാര്യത്തിൽ, ആദർശത്തിന്റെ കാര്യത്തിൽ അവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും കുഫാറുകളാണ് എന്ന് പറയേ, അതല്ലെങ്കിൽ ശരിയായ മൻഹജിൽ നിന്ന് വ്യതിചലിച്ചവരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വെറുപ്പ്, അനിഷ്ടം അവർ കാണിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളത്. ഇജ്തിഹാദിന്റെ വീക്ഷണത്തിന്റെ കാര്യത്തിൽ ഏത് നിലപാടാണ് നമ്മളിവിടെ സ്വീകരിക്കുക എന്നുള്ള വിഷയത്തിൽ അവർ തമ്മിൽ സംഘടനകൾ നടന്നിട്ട് പോലും ആ മുസ്ലിം മുഅ്മിൻ ഈ പറയുന്ന അൽ ജമാ എന്ന് പറയുന്ന ആ ഒരു ബന്ധത്തിന് ഉലച്ചിൽ തട്ടിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അതിന്റെ തെളിവാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ശേഷം ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വം സ്വീകരിച്ചു എന്നുള്ളത്. അദ്ദേഹത്തിന്റെ നേതൃത്വം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രവചിച്ചതായിരുന്നു താനും. എൻ്റെ ഉമ്മത്തിൽ എൻ്റെ ഈ പുത്രൻ വലിയ ഒരു സംഘം ആളുകളുടെ ഇടയിൽ രമ്യത, സുൽഹുണ്ടാക്കുമെന്ന് പറഞ്ഞ് പ്രവചനമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വളരെ നിസ്സാരമായ കാര്യങ്ങൾ ശരിക്കും കിബാറുകളായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ മുന്നിൽ ചെന്നിരുന്ന് സംസാരിച്ച് ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് സത്യത്തിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാകുന്ന വിഷയങ്ങളാണെങ്കിൽ, നാം അതിന് തയ്യാറാകുന്ന പക്ഷം പറഞ്ഞ് പരിഹരിക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഊതി വീർപ്പിച്ച് വലുതാക്കി ഈ പറയുന്ന ശരിയായ മൻഹജിൽ നിന്ന് അതിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്താക്കുന്ന, അതിന് വിരുദ്ധമായ കാര്യങ്ങളും വീക്ഷണങ്ങൾ വെച്ചു പുലർത്തുന്ന പ്രയാസകരമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ മഹത്തായ അധ്യാപനങ്ങൾ സഹാബത്തിന്റെ ആ മൻഹജിൽ നിന്ന് വിശ്വാസപരമായ കാര്യങ്ങളിൽ മാത്രമല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്, ആരാധനകളുടെ വിഷയത്തിലും അതേപോലെ തന്നെ ആദാബുകളിലും മര്യാദകളിലും ഇടപാടുകളിലും അവർ സ്വീകരിച്ച സമീപനം എന്താണോ അതേ സമീപനം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രിയിൽ 7 ആകാശങ്ങളും അതിൻ്റെ അപ്പുറമുള്ള സ്ഥലങ്ങളും പോയ ആ വിഷയത്തിൽ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. 2 അഭിപ്രായങ്ങൾ. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടു എന്ന് പറയും. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്,
അള്ളാഹുവിൻ്റെ റസൂല് ഈ ലോകത്ത് വെച്ച് അള്ളാഹുവിനെ കണ്ടിട്ടേയല്ല, അങ്ങനെ അയാൾ പറയുന്നു എന്നുണ്ടെങ്കിൽ അത് കളവാണ് എന്ന് പറയും. എന്ന് കരുതി ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ, അതിന് പണ്ഡിതന്മാരത് പറഞ്ഞ് ഏക അഭിപ്രായങ്ങളായിട്ട് രണ്ടിനിടയിൽ ഇല്ലാതെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കണ്ടു എന്നുള്ള ഹൃദയം കൊണ്ട് കണ്ടു എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹുവിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് മുഖത്തുള്ള ഈ 2 കണ്ണുകൊണ്ട് പ്രവാചകൻ അള്ളാഹുവിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഏതാണെങ്കിൽ അതിൻ്റെ പേരിൽ അവർ പരസ്പരം ശത്രുതയോ വിദ്വേഷങ്ങളോ വെറുപ്പുകളോ അകൽച്ചകളോ അതിൻ്റെ പേരിൽ സമുദായം 2 ചേരികളാവുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഓരോ വിഷയങ്ങളിലും ഇങ്ങനെയാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം പരിശോധിച്ചാൽ, അതേപോലെ തന്നെ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം പരിശോധിച്ചാൽ, ആളുകൾ അള്ളാഹും അവൻ്റെ റസൂലും കൽപ്പിച്ച ആ അധ്യാപനങ്ങൾ കൃത്യമായി പാലിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ്. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂലി, അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും മടക്കി കൃത്യമായ അധ്യാപനങ്ങൾ മനസ്സിലാക്കി അത് സ്വീകരിക്കാൻ തയ്യാറായാൽ, ഈ പറയുന്ന നമ്മുടെ നാട്ടിലാണെങ്കിലും മറ്റുള്ള നാടുകളിലാണെങ്കിലും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി മുസ്ലിമീങ്ങൾക്ക് ശക്തമായ ആ ഒരു ആൾക്കൂട്ടമായി മുന്നോട്ട് പോകാനും ദീനിനും ദുനിയാവിലും അവർക്കും അവരുടെ വരും തലമുറകൾക്കും അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും ശത്രുക്കളുടെ മുന്നിൽ അവർക്ക് ഇസ്സത്തോടുകൂടെ തല ഉയർത്തിപ്പിടിച്ച് ഈ ആദർശത്തിൽ മുന്നോട്ട് പോകാനും കഴിയും. പക്ഷേ സംഗതി വശാൽ പല ആളുകൾക്കും പല ലക്ഷ്യങ്ങളുടെ പേരിൽ, പല താല്പര്യങ്ങളുടെ പേരിൽ ഈ പറയുന്ന കൃത്യമായ മൻഹജ് പല സ്ഥലങ്ങളിലും അത് അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ദീനിനും മുഅ്മിനീകൾക്കും സഹായികളായി മുന്നോട്ട് പോകാൻ നമുക്ക് അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അറിയാത്ത കാര്യങ്ങൾ അള്ളാഹു നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുമാറാവട്ടെ. അറിഞ്ഞ് പഠിച്ച ശരിയായ ഇൽമ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന നിലക്ക് ജീവിച്ച് അതിലായി മരണപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.